അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 4ാം ക്ലാസ്സുകാർക്ക് ഇന്ന് നടന്ന ഫിഖ്ഹിന്റെ ആൻസർ കീ നോക്കാം. ആദ്യത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം. ഒരു സൈഡിൽ തോഹിറായ വെള്ളം, മുത്തവസ്സിത്തായ നജസ്, ശൗച്യം ചെയ്യൽ, വുളൂഇൻ്റെ ഫർള്, അവസാനത്തെ അത്തഹിയാത്ത് ഓതൽ, ഫാത്തിഹയിലെ ഷദ്ദുകൾ എന്ന് തന്നിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ ഇസ്തിൻജാ, ഫർള്, ജ്യൂസ്, 14, രക്തം, തർത്തീബ് എന്നും തന്നിട്ടുണ്ട്. അതിലൊന്ന് തോഹിറായ വെള്ളം, ഉത്തരം ജ്യൂസ്. സ്വയം ശുദ്ധിയുണ്ട്, പക്ഷെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റില്ല. 2 മുത്തവസ്സിത്തായ നജസ്, ഉത്തരം രക്തം. 3 ശൗച്യം ചെയ്യൽ, ഉത്തരം ഇസ്തിൻജാ. 4 വുളൂഇൻ്റെ ഫർള്, ഉത്തരം തർത്തീബ്. 5 അവസാനത്തെ അത്തഹിയാത്ത് ഓതൽ, ഉത്തരം ഫർള്. 6 ഫാത്തിഹയിലെ ഷദ്ദുകൾ, ഉത്തരം 14. ചോദ്യം 2 റക്അത്തുകളുടെ എണ്ണം എഴുതാനാണ്. 1 റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളിൽ സുബ്ഹിക്ക് മുമ്പുള്ള റക്അത്ത് എത്ര എണ്ണാണെന്ന് അവിടെ എഴുതി കൊടുക്കുക. എത്ര എണ്ണാണ്? സുബ്ഹിക്ക് മുമ്പുള്ളത് 2 റക്അത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, വിത്ർ നിസ്കാരം കൂടിയത് എത്ര റക്അത്താണ്? ഉത്തരം 11 റക്അത്ത്. ചോദ്യം 3 അടിവരയുള്ളത് ശരിയാക്കി കള്ളിയിലെഴുതാം. 1 5 വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. അതിൽ അടിവരയുള്ളിടത്ത് തെറ്റാണ്, അത് ശരിയാക്കിയിട്ട് അവിടെ എന്താണ് എഴുതുക എന്നുള്ളത് ഇപ്പുറത്തെ കള്ളിയിൽ എഴുതാനാണ്. എന്താണ് അതിൻ്റെ ഉത്തരം? 7 വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം എന്നാണ് അല്ലേ. അപ്പം 7 എന്ന് ഇവിടെ എഴുതി കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം, ഹൈൽ ഉള്ള അവസരത്തിലെ നോമ്പ് ഖളാ വീട്ടൽ സുന്നത്താണ്. അവിടെ അടിവര ഇട്ടിക്കേണ്ടത് സുന്നത്താണ് എന്ന് എഴുതിയെടുത്താണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ സുന്നത്താണ് എന്നുള്ളിടത്ത് മാറ്റിയിട്ട് എന്താണ്, ഹൈലുള്ള അവസരത്തിലെ നോമ്പ് ഖളാ വീട്ടൽ എന്താണ്? നിർബന്ധമാണ്. അപ്പോൾ അവിടെ നിർബന്ധമാണ് എന്ന് കള്ളിയിൽ എഴുതി കൊടുക്കുക. നാലാമത്തെ ചോദ്യം 2 എണ്ണം വീതം എഴുതാം. 1 ജമാഅത്ത് സ്വഹീഹാകാനുള്ള ഷർത്തുകൾ. ഉത്തരം എന്താണ്? ഇമാമിനോട് തുടർന്നു എന്ന് കരുതൽ, മഅ്മൂം ഇമാമിനേക്കാൾ മടമ്പ് കൊണ്ട് മുന്നിലാവാതിരിക്കൽ. ജമാഅത്ത് സ്വഹീഹാകാനുള്ള ഷർത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ഇമാമിൻ്റെ നീക്കങ്ങൾ മഅ്മൂം അറിയൽ, ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്തായിരിക്കൽ എന്നൊക്കെ എഴുതാം. ഇനി അതിൽ തന്നെ രണ്ടാമത്തെ ചോദ്യം, സുജൂദിൽ നിലത്ത് വെക്കൽ നിർബന്ധമായ അവയവങ്ങൾ ഏതെല്ലാമാണ്? 2 എണ്ണം എഴുതുക. നെറ്റി, 2 കാൽ വിരലുകളുടെ പള്ള, 2 മുൻകൈകളുടെ പള്ള, 2 കാൽ മുട്ടുകൾ. ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതാം. അതിലെ മൂന്നാമത്തത് ഫർള് നിസ്കാരത്തിൻ്റെ നിയത്തിൽ നിർബന്ധമായ കാര്യങ്ങൾ. ഉത്തരം ഞാൻ നിസ്കരിക്കുന്നു, ഇന്ന നിസ്കാരമാണ്, ഫർളാണ്. ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതുക. ചോദ്യം 5 പൂരിപ്പിക്കാം. 1 നിയ്യത്തോട് കൂടി ഡാഷ് വെള്ളം ഒലിപ്പിക്കലാണ് കുളി. ഉത്തരം നിയ്യത്തോട് കൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കലാണ് കുളി. 2 ഒരു തയമ്മം കൊണ്ട് ഒരു ഡാഷ് നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ. ഉത്തരം ഒരു തയമ്മം കൊണ്ട് ഒരു ഫർള് മാത്രമേ നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ. 3 അത്തഹിയാത്തിനും സ്വലാത്തിനും ദുആഇനും ശേഷമാണ് ഡാഷ്. ഉത്തരം അത്തഹിയാത്തിനും സ്വലാത്തിനും ദുആഇനും ശേഷമാണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സലാം വീട്ടേണ്ടത് എന്നാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. 4ാമത്തെ ക്വസ്റ്റ്യൻ, വെള്ളിയാഴ്ച ഡാഷ് ജുമുഅയുടെ സമയം. ഉത്തരം വെള്ളിയാഴ്ച ളുഹറിൻ്റെ സമയമാണ് ജുമുഅയുടെ സമയം. 6ാമത്തെ ചോദ്യം, ഉത്തരം എഴുതാം. 1 ജമാഅത്ത് നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത എത്ര? ഉത്തരം ഒറ്റക്കുള്ള നിസ്കാരത്തേക്കാൾ 27 ഇരട്ടി ശ്രേഷ്ഠതയാണ് ജമാഅത്ത് നിസ്കാരത്തിനുള്ളത്. 2ാമത്തെ ചോദ്യം, എല്ലാ നിസ്കാര ശേഷവും 3 തവണ ചൊല്ലണം എന്ത്? ഉത്തരം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 3 തവണ ചൊല്ലണം. 3 നിസ്കാരത്തിൽ തുമഅനീനത്ത് വേണ്ടത് എവിടെയെല്ലാം?
ഉത്തരം റുക്കൂ, ഇഅ്തിദാല്, സുജൂദുകൾ, ഇടയിലെ ഇരുത്തം എന്നിവയിലാണ് തുമഅനീനത്ത് വേണ്ടത്. 4-ാമത്തെ ചോദ്യം, ഇഅ്തിദാൽ എന്നാൽ എന്ത്? ഉത്തരം റുക്കൂഇൻ്റെ മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങലാണ് ഇഅ്തിദാല്. നമ്മൾ ഇന്നലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തതിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അടുത്തത് 7-ാമത്തെ ക്രമത്തിലാക്കാനാണ്. ഇത് നമ്മുടെ നിസ്കാര ശേഷം എന്ന പാഠത്തിലുണ്ട്. അല്ലാഹുമ്മ അൻത സലാം വ മിൻക സലാം വ ഇലൈക അർജിഉ സലാം ഹയ്യിന റബ്ബന ബിസ്സലാം. അതുവരെയാണ് അത് വന്നിട്ടുള്ളത് 4 മാർക്കിന്. ഇതാണ് 4-ാം ക്ലാസ്സുകാർക്ക് ഇന്ന് നടന്ന ഫിഖ്ഹിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അസ്സലാമു അലൈക്കും.